SDPI സംസ്ഥാന സെക്രട്ടറിയായിരുന്ന KS ഷാൻ 2021 ഡിസംബർ 18 രാത്രിയാണ് കൊല്ലപ്പെട്ടത്. RSS BJP പ്രവർത്തകരായ 11 പേരാണ് പ്രതികൾ. 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും പ്രതികൾക്കെല്ലാം ജാമ്യം ലഭിച്ചു. ജാമ്യം അനുവദിച്ചത് ചട്ടവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി നിലവിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ PP ഹാരിസ് കഴിഞ്ഞ ദിവസം കോടതിയിൽ അപേക്ഷ നൽകി. അധികാരമില്ലാത്ത ഉദ്യോഗസ്ഥൻ സമർപ്പിച്ച കുറ്റപത്രം റദ്ദാക്കണമെന്ന പ്രതികളുടെ ഹർജിയും ആലപ്പുഴ അഡീഷണൽ സെഷൻസ് കോടതിയുടെ പരിഗണനയിലാണ്. 2021 ഫെബ്രുവരിയിൽ വയലാറിൽ RSS പ്രവർത്തകനായ നന്ദുവിനെ SDPI പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ വെട്ടിക്കൊന്നിരുന്നു. ഇതിന്റെ പ്രതികാരമായിട്ടാണ് ഡിസംബറിൽ ഷാനിനെ കൊന്നതെന്നാണ് പോലീസ് കണ്ടെത്തൽ. ഷാന്റെ കൊലപാതകം കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ BJP നേതാവായ രഞ്ജിത്ത് ശ്രീനിവാസനും വധിക്കപ്പെട്ടു. ഈ കേസിലെ മുഴുവൻ പ്രതികൾക്കും ഈ മാസം ആദ്യം മാവേലിക്കര കോടതി വധശിക്ഷ വിധിച്ചിരുന്നു. നന്ദുവിന്റെയും രഞ്ജിത്തിന്റെയും കൊലപാതകങ്ങൾ പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കാനുള്ള കാരണങ്ങളിലൊന്നാണ്. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.